ഹലോ, ഹിഷാം സാറേ, ഇതിനകത്ത് ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലല്ലോ. ആ, ഷെയർ സ്ക്രീൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ ഹലോ. ഓഡിബിൾ ഹലോ. ആണോ? കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? ആ ആ എന്റത് ഓക്കെ അല്ലേ? കേൾക്കുന്നു. ഉണ്ട്, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെയാണ്. ആരൊക്കെ പാട്ട് നന്നായിരിക്കുന്നു, കുറെ ആയല്ലോ കണ്ടിട്ട്. അതെ. ഉം, മാഡം, കൊറേ ഞാൻ ഗുഡ് മോർണിംഗ് കോൾ പറയാനുണ്ട്. സുഭാഷ് സാർ എത്തിയാ? എത്തി. ക്ലിയർ ആണല്ലോ സൗണ്ട് അല്ലേ ക്ലിയർ ആണ് സംസാരിക്കുന്നതൊക്കെ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ശ്യാം സാർ, ഗുഡ് മോർണിംഗ്. നമ്മ ഈ പ്രജിത്ത് പോത്തുകല്ല് ആണോ ജോയിൻ ചെയ്തിട്ടുള്ളത്? അല്ല 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 അല്ല, അത് പ്രജിത്ത് ഞാൻ ഫോൺ 19 ആണ്. അല്ലല്ല, ഏഹ് ഹസ്ബൻഡിന്റെ ഫോണെന്ന് ഞാൻ കേറിയതാ. ആണോ? അത് ശരി, ഇത് പ്രജിത്ത് പറഞ്ഞ ആളാ? അതെ അതെ അത് ശരി, അത് ശരി, അത് ശരി. ഓക്കെ. നിങ്ങള് PA ഒരുമിച്ചുള്ള പാർട്ടിസിപ്പൻസ് ആണല്ലോ അല്ലെ? അതെ അതെ. അതെ. ഹിഷാം സാറൊക്കെ നമ്മള് ZTWS ഒരുമിച്ച് ചെയ്ത. അത് ശരി, സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് ഉണ്ടായിരുന്നു അല്ലേ? ആ, ഓക്കെ ഓക്കെ, ഗുഡ്. ആക്ച്വലി ഞാൻ ഇതിനു വേണ്ടി ചെയ്തു വെച്ച സ്ലൈഡ് എന്തോ ഓപ്പൺ ആവുന്നില്ല. ആ നിശ്ചയക്കാരില്ല. ട്രെയിനേഴ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ഫോർസീ ചെയ്യണമല്ലോ അല്ലെ. അതെ 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 അതെ. സ്റ്റാർട്ട് ചെയ്യാറായോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല. 7:02 സ്റ്റാർട്ട് ചെയ്യുക. 7:02 സ്റ്റാർട്ടിങ് അല്ലേ? ഒരു 7:05 ആകുമ്പോഴേക്കും മേഡത്തിന് ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യും. 7:30 സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? 7:30. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് തുടങ്ങുന്ന മോർണിംഗ്. ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരുന്നോളി, വെറുതെ ഒരു മൗനം പാലിച്ച് നിൽക്കണ്ടല്ലോ. Good morning. Good morning. Good morning.
മറ്റേ എല്ലാരും ആളുകള് തെറിച്ചു പോവും. വീഡിയോ ഉണ്ടാവോ? എല്ലാരും വീഡിയോയിൽ ഉണ്ടാവോ അതോ എല്ലാരും ലൈവ് ആയിരിക്കും. കാരണം വീഡിയോയിൽ വരും. അതെ വീഡിയോയിൽ എന്താ കണ്ടിട്ടില്ലാണ്ടെങ്കിലും എല്ലാരും കേൾക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. ഏറ്റവും എല്ലാരും കുറഞ്ഞതായിരിക്കും. വരും ചെയ്യും. എന്റെ അതെ പേര് അതെ ഷമീർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുമ്പളിയൻ ഡോമിലുള്ള ആളാണ്. ഞാൻ ചിലപ്പം വീഡിയോയിൽ വരില്ല. ഞാൻ തോട്ടം നനക്ക ചെയ്യുന്നേരത്ത് രാവിലെ ആ. ഡ്യൂട്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അല്ല അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. രാവിലത്തെ ഒരു സമയമാണല്ലോ ഇത്. അപ്പം അധികം ആൾക്കാരും ചിലപ്പോ കിടക്കപ്പായെന്നൊക്കെ ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക അല്ലെ? അല്ല അല്ലേ? മോർണിംഗ് വാക്കിന് അബൂബക്കർക്ക് മോർണിംഗ് വാക്കിംഗ് ആണ്. ബൈജുസ് ഇൻസ്പയർ എവിടെയുള്ള ആളാ? കർക്കിടംകുന്ന്. കർക്കടംകുന്ന് അല്ലേ? ഓക്കെ ഓക്കെ. സോണുകാരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു അല്ലെ? രാവിലെ തന്നെ എണീറ്റ്. സോൺ ദീപു സാർ 28 ഗുഡ് മോർണിംഗ്. ആൾക്കാരല്ലേ? അതെ അഖിലാമട വെരി ഗുഡ് അതാണ് മോർണിംഗ് സാർ. സോൺ 28. സോൺ 28 അതാണ് അഖിലാമട. അതാണ് Once again, good morning to all. നമുക്ക് സെഷൻ Good സ്റ്റാർട്ട് morning. ചെയ്യാം. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. Welcome speech to hand over Deepak, Jesse Deepak. താങ്ക് യു ചെയർമാൻ. 7 AM മോർണിംഗ് ഡ്രൈവ് സോൺ 28ന്റെ ജാനുവരി 11 ഈ ദിവസം നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെയർമാൻ നമ്മുടെ എംപവറിംഗ് യൂത്ത് കോർഡിനേറ്റർ ട്രെയിനറും കൂടി ആയിട്ടുള്ള സോൺ 28ന്റെ ജെഎഫ്എം സുഭാഷ് നായരെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you, sir. മാത്രമല്ല സോൺ 19ലെ നമ്മുടെ തൊട്ടടുത്ത സോൺ ആയിട്ടുള്ള സോൺ 19 തലശ്ശേരി ഏരിയയില് ഈ ഇന്നത്തെ ട്രെയിനർ തിരൂരായിരുന്നു. ഏകദേശം ഒരു 4 വർഷം മുമ്പ് തിരൂര് JCL ജോയിൻ ചെയ്ത് അദ്ദേഹം തലശ്ശേരിയിലേക്ക് മാറിയതാണ്. 2018 JCL ജോയിൻ ചെയ്തു. 2022 ZTWS കഴിഞ്ഞു ട്രെയിനറായി. 2022 ഔട്ട്സ്റ്റാൻഡിംഗ് JCI മെമ്പറും കൂടിയായിരുന്നു ഈ ഇന്നത്തെ നമ്മുടെ ട്രെയിനർ. 2021 കമാൽ പത്ര വിന്നറും കൂടിയായ ഇദ്ദേഹം നമ്മുടെ മാതാമൃതാനന്ദമയി മഠം എന്നൊക്കെ പറയുന്ന പോലെ അഖില ഹോളിസ്റ്റിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരതനാട്യം, യോഗ അങ്ങനത്തെ ഒക്കെ ഒരു സ്പെഷ്യൽ, അതേപോലെ സോപ്പ് നിർമ്മാണം, അങ്ങനത്തെ ഒരു പ്രത്യേക മേഖലയിലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്. JCI സെനറ്റർ അഖില ചന്ദ്രനെ ഞാൻ ഈ ഇന്നത്തെ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 7 AM മോർണിംഗ് ഡ്രൈവിലെ എല്ലാ ദിവസവും പ്രേക്ഷകരായി ഇരിക്കാറുള്ള ഇതിലെ പ്രത്യേകം എന്താ പറയാ സ്പെഷ്യൽ മെമ്പേഴ്സിന് ഒരു ഹാർദവമായ വെൽക്കം. അതോടുകൂടെ JCI ഇന്ത്യ സോൺ 28 പല ആൾക്കാർക്കും നമ്മുടെ ട്രെയിനിങ് അയച്ചു കൊടുക്കാറുണ്ട്. അത് കണ്ട് ഇന്ന് ഈ JCIയുടെ സോൺ 28ന്റെ ട്രെയിനിങ്ങിലേക്ക് എത്തിച്ചേർന്ന JCI മെമ്പർമാരും JCI മെമ്പർമാരല്ലാത്തവരുമായിട്ടുള്ള എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ചെയർമാൻ. Thank you, Deepak sir, for thank you, Deepak sir, for a vibrant welcome speech and a warm good morning wishes. The 7 a.m. morning drive online session floor for your Akhila madam. Floor is your. ഓക്കെ, താങ്ക് യു സുഭാഷ് സർ. Welcome. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ സ്റ്റാർട്ട് ചെയ്തു. യെസ് മാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ കുറച്ച് സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, 5 P's ഫോർ എ ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ ലൈഫിന്റെ പർപ്പസ് തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നതോ ഹാപ്പിനെസ്സിന് വേണ്ടിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മള് പഠിക്കുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ്. നമ്മൾ ജോലി കിട്ടുന്നത് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയല്ലേ? ആണോ അല്ലയോ? അതെ അതെ അതെ
അതെ അതെ അതെ അതെ. അപ്പൊ അതുപോലെ നമ്മള് ഭക്ഷണം കഴിക്കുന്നതും ഹാപ്പിനെസ്സിന് വേണ്ടി, എല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ. അപ്പൊ നമ്മുടെ പർപ്പസ്, നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാം, നമുക്ക് ഹാപ്പിനെസ് വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ കിട്ടിയാലാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക? അല്ല, എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാനായിട്ട്? ഒരു ഇന്ററാക്ഷൻ ആവാലോ അല്ലെ. തീർച്ചയായും ഇന്ററാക്ഷൻ ആയിക്കോളും. ആ ആ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്? എന്തൊക്കെ ഉണ്ടായാൽ നമ്മൾ ഹാപ്പി ആവും? ചില ആൾക്കാര് ഹാപ്പി ആവുക എന്താ പറയാ, വൈകുന്നേരം ആകുമ്പോ ബ്രോസ്റ്റ് കഴിച്ചാൽ ഹാപ്പി ആവും. ഓക്കെ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ റീസൺ ആണ് അല്ലെ ഹാപ്പിനെസ്സിന്. അപ്പൊ നമുക്ക് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കാം. ഹെൽത്ത് ആണ് ഒന്നാമത്തെ ഫസ്റ്റ് കാര്യം. വെരി ഗുഡ്. അതില്ലെങ്കിൽ ഹെൽത്ത് ആണ്. ബാക്കി എന്തുണ്ട്? അതില്ലെങ്കിൽ ബാക്കി എന്തുണ്ട്? ഏറ്റവും ഹാപ്പി ആവില്ല. അതെ അതെ, കറക്റ്റ് ആണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായാലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കൂടുതൽ ഇന്ററാക്ഷന് സമയമില്ലാത്തതുകൊണ്ട് നമ്മള് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതിന് മെയിൻ ആയിട്ട് ഒരു 4 പാരാമീറ്റേഴ്സിൽ ഹാപ്പിനെസ്സിനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്താണ്, നമുക്കൊരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി വേണം. അതുപോലെ മെന്റലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, നമ്മൾ ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം, അതുപോലെ മെറ്റീരിയലിസ്റ്റിക് വൈസ്, അതായത് നമ്മൾ മണി അല്ലെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നാലാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 5P ഫിലോസഫി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് എന്താ പറയാ, ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ 5P അപ്രോച്ചിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് സംസാരിക്കുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹാപ്പിനെസിനെ കുറിച്ചാണ്. ഓക്കെ, 20 മിനിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ 5P അപ്രോച്ചിൽ ഏറ്റവും ഫസ്റ്റിലത്തെ ഇതെന്ന് വെച്ചാൽ പ്രോപ്പർ ഫുഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരാൾ പറഞ്ഞല്ലോ, നമ്മളെ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഹെൽത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്നതാണ്. കാരണം നമ്മൾ കഴിക്കുന്നതിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് ആവട്ടെ, അതുപോലെ നമ്മുടെ ബ്ലഡ് ആവട്ടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ചെക്ക് വെദർ ഫുഡ് ഈസ് ഈറ്റബിൾ. ആദ്യം നമ്മൾ ഫുഡ് കിട്ടിയ ഉടനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, നമുക്ക് ആ ഫുഡ് കഴിക്കാൻ യോഗ്യമാണോ എന്നുള്ളത്. അതിനു വേണ്ടിയാണ് അത്രേ, അതായത് ആദ്യം തന്നെ നമ്മളൊന്ന് കാഴ്ചയിൽ നമുക്ക് ഓക്കെ ആവണം. അതിനാണ് കണ്ണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ സ്മെല്ല് നമുക്ക് നല്ലതായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതും ഓക്കെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് കണ്ണും മൂക്കും നാക്കും ഇവിടെ അടുത്തിങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് ഫുഡ് കഴിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ കിട്ടിയാല്, അപ്പൊ നമ്മൾ വളിച്ചതും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിനെയാണ് നമ്മൾ ഹീലിംഗ് ഫുഡ്സ് എന്ന് പറയും. നമ്മള് ആരോ ഒരാളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഹോസ്റ്റ് ശ്രദ്ധിക്കുമല്ലോ അല്ലെ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മേഡം. കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ നോക്കുന്നുണ്ട് അത്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിന് നമ്മൾ ഹീലിംഗ് ഫുഡ്സ് എന്നാണ് പറയാം. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, അതൊക്കെ ധാരാളമായിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഹൗ മച്ച് ടു ഈറ്റ്, എത്രത്തോളം നമുക്ക് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പണ്ടത്തെ പിന്നെ ഒരു പ്രോവേർബ് അല്ലെ, ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷിക്കുന്നവൻ രോഗി, ആൻഡ് 4 നേരം ഭക്ഷിക്കുന്നവൻ ദ്രോഹി എന്നുള്ളത് അല്ലെ. നമ്മൾ മലയാളികൾ എത്ര നേരം ഭക്ഷിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീ കഴിക്കും അല്ലെ. പിന്നെ നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, 11 മണിക്ക് നമ്മൾ ഒരു ചായയും ചെറു കടിയും,
പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ ഭക്ഷണം, പിന്നെ 4 മണിക്ക് ഒരു ഒരു ചായയും കടിയും, പിന്നെ ഒരു 6 മണിയാകുമ്പോൾ ചിലവര് കഴിക്കും, ഇല്ലെങ്കിൽ നമുക്കൊരു 8 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ 6 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 10 മണിക്ക് കഴിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ വിളിക്കുക? 4 നേരം കഴിക്കുന്നവനെ മാത്രമേ പണ്ട് പറഞ്ഞിട്ടുള്ളൂ ദ്രോഹി എന്ന് വരെ. ദ്രോഹി നമ്മളൊക്കെ എന്തോ ദ്രോഹി ദ്രോഹി എന്ന് വിളിച്ചാൽ മതിയോ? 4 നേരം കഴിക്കുന്നവരാണ് ദ്രോഹി. നമ്മളിപ്പോ എത്ര എണ്ണി? നമ്മളിപ്പോ ഞാൻ 6 നേരം കഴിക്കുന്നത്. പരമദ്രോഹി എന്ന് വിളിക്കേണ്ടി വരും മാഡം. അതെ, പരമദ്രോഹി എന്ന് വിളിക്കേണ്ടി വരും അല്ലെ, സാമദ്രോഹി, കുലദ്രോഹി എന്നൊക്കെ വിളിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ശരിക്കും പറയുമ്പോൾ നമ്മള് 3 നേരം, അതായത് 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നാണ് പറയുന്നതെങ്കിലും കൂടെ 3 നേരമെങ്കിലും നമ്മുടെ ഭക്ഷണത്തെ നമുക്ക് മിതപ്പെടുത്താനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, ഉച്ചക്കത്തെ ലഞ്ച്, പിന്നെ വൈകിട്ടത്തെ ഭക്ഷണം, വൈകിട്ടല്ല രാത്രിയത്തെ ഭക്ഷണം. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഫുഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാല് അത് വലിയൊരു കാര്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മെഷർമെന്റ് എത്രത്തോളം കഴിക്കണം എന്ന് വെച്ചാല്, യു പുട്ട് ബോത്ത് ഹാൻഡ്സ് ടുഗെദർ. നമ്മളിങ്ങനെ ഹാൻഡ് പിടിച്ചിട്ട് ഇതിനകത്ത് എത്രയാണോ കൊള്ളുന്നത് അത്രമാത്രം കഴിച്ചാൽ മതി. നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് നമ്മൾ കഴിപ്പിക്കും. സത്യം പറഞ്ഞാൽ അവരുടെ കുഞ്ഞി കൈ ഇങ്ങനെ പിടിച്ചാൽ കൊള്ളുന്ന അത്രയും മാത്രം ഭക്ഷണമേ അവർ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചിട്ട് നമ്മൾ ആരെയും കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു 10-18 ചപ്പാത്തി ഇങ്ങനെ ഇതിനകത്ത് മടക്കി വെച്ചിട്ട് കഴിച്ചാല് അത് ശരിയല്ല കേട്ടോ, അത് കൂട്ടില്ല കേട്ടോ. അപ്പൊ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രമേ നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് ഹെവിനെസ് തോന്നും അല്ലെ. ബിരിയാണി ഒക്കെ കഴിച്ചാൽ നമുക്കൊരു ഹെവിനെസ് തോന്നും. അപ്പം നമ്മൾ അടുത്ത നെക്സ്റ്റ് ഫുഡ്, അതായത് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിത്തെ ഫുഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ നമ്മളൊന്ന് ഡയറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും വാഷിംഗ് മെഷീനും അതുപോലെ ഗ്രൈൻഡറോ അല്ലെ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് നിറച്ചു കൊണ്ടുപോയിട്ട് തുണി ഇട്ടാല് അല്ലെങ്കിൽ നിറച്ചു കൊണ്ടുപോയിട്ട് അരി ഇട്ടാല് മിക്സി അരയോ? ഇല്ലല്ലോ. അതിന് കുറച്ചൊരു എംപ്റ്റി സ്പേസ് കൊടുക്കണം. അതുപോലെ തന്നെയുള്ള ഒരു മെഷീനാണ് നമ്മുടെ അകത്തും ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചൊരു എംപ്റ്റി സ്പേസ് വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. കുറച്ച് ഭാഗം പിന്നെ ഒഴിച്ചിടണം എന്നാണ് പറയുന്നത്. ഓക്കെ. അല്ലാതെ ഇവിടെ വരെ ചിലപ്പോ എന്താ പറയാ, നമുക്ക് എമ്പക്കം വന്നതിന് ശേഷം പിന്നെയും നമ്മൾ കഴിക്കും. കഴിച്ച് നമുക്കൊന്ന് എന്താ ഒരു അത്രയും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് എംപ്റ്റി സ്പേസ് നമ്മൾ വിടണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വെൻ ടു ഈറ്റ് എന്നുള്ളതാണ്. എപ്പോഴാണ് കഴിക്കേണ്ടത്? ടേക്ക് ഫുഡ് ഓൺലി വെൻ യു ആർ ഹംഗ്രി. ശരിക്കും നമ്മൾ വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ 1 മണിയായി, 1 മണിയായി, ഇനിയിപ്പോ ഭക്ഷണം കഴിക്കണം. നമുക്ക് വിശന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സമയമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതല്ല ശരിക്കും നോക്കേണ്ടത്. ടേക്ക് ഫുഡ് ഓൺലി വെൻ യു ആർ ഹംഗ്രി. പിന്നെ there should be at least 3 hours duration in between each food. ഏകദേശം 3 അല്ല, ഒരു 3 to 4 to 5 hours ഡ്യൂറേഷൻ എങ്കിലും നമുക്ക് ഓരോ ഫുഡിന്റെ ഇടയ്ക്കും നമുക്ക് വേണം എന്നുള്ളത്. കാരണം ഇത് വലിയൊരു പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, രാവിലെ എല്ലാം കഴിക്കുന്ന ഭക്ഷണം പിറ്റേന്ന് നമ്മൾ മലമായിട്ടാണ് പുറത്തു പോകുന്നത്. അപ്പൊ അതിനിടയ്ക്കൂടെ എത്രത്തോളം പ്രോസസ്സ് നമ്മളെ ബോഡിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ ആൾക്കാര് നമ്മൾ പറയും അത്താഴം അസ്തമയത്തോടെ എന്ന് പറയും. അതായത് സൂര്യൻ അസ്തമിക്കുന്ന മാക്സിമം ഒരു 7 മണിക്ക് ആവുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഏകദേശം പകുതിയെങ്കിലും ദഹിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കാൻ. അപ്പം മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടുന്നത്. നമ്മൾ വയറ് ഫുള്ളായാലും നമുക്ക് ശരിക്കും പറഞ്ഞാല് ശരിക്കും ഉള്ള ഉറക്കത്തിൽ നടക്കേണ്ട കുറെ പ്രോസസ്സ് ഉണ്ട്. ഹീലിംഗ് പ്രോസസ്സ് പലതും ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അതൊന്നും ശരിക്കും നടക്കില്ല. പിന്നെ ചരകൻ പണ്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ലംഘനം പരമൌഷധം എന്നുള്ളതാണ്. അതായത് ഇടയ്ക്ക് ഇപ്പൊ നമുക്കൊരു ഹർത്താൽ കിട്ടും, നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. അന്നത്തെ ദിവസം നമ്മൾ ഫുള്ള് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മളെ വയറ്റിലേക്കും ഇടയ്ക്കെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ശരിക്കും പറഞ്ഞാൽ ഉപവാസങ്ങളും വ്രതങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു നേരമെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ഇടയ്ക്കൊരു ഹോളിഡേ കിട്ടുന്ന പോലെ ആയിരിക്കും അല്ലെ. വയറിനൊക്കെ ഒരു എന്താ പറയാ, ഇതൊക്കെ ഒരു മിഷനാണ്. അപ്പം ഇതിനെ ഒത്തിരി പ്രവർത്തിപ്പിച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. അടുത്തത്
ഹൗ ടു ഈറ്റ് എന്നുള്ളതാണ്. അപ്പൊ പ്രോപ്പർ ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണേ. അപ്പൊ വാട്ടർ ഇൻടേക്ക് 1/2 hour ഓർ 2 hours ലേറ്റർ, അങ്ങനെ വേണം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്. അതുപോലെ ഒരു 20 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു അഡൽറ്റിന് 60 കിലോ ആണെങ്കിൽ നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് ആണ്. അപ്പം ഏകദേശം 60 കിലോ ഉള്ള ഒരാള് ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ ആദ്യത്തെ നമ്മൾ പ്രോപ്പർ ഫുഡ് പറഞ്ഞു. രണ്ടാമത്തായിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്പർ ബ്രീത്തിങ് ആണ്, അല്ലെ? നമുക്ക് പിന്നെ വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല വായു വേണം, അല്ലെ? അപ്പം ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എന്താണ് ഇൻഹലേഷനും എക്സലേഷനും ഇടയ്ക്കുള്ള ഒരു സമയമാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പുറത്ത് വന്ന ഉടനെ നമ്മൾ ഇൻഹേൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ മരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സലേഷൻ ആണ്, അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്രത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഡീപ് ബ്രത്ത് എടുക്കുമ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ആവുന്നത് നമുക്ക് കാണാനായി. നമ്മുടെ മൈൻഡിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റിന് വ്യത്യാസം വരും. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ക്രോസ് വെന്റിലേഷൻ, അതായത് റൂമിൽ എപ്പോഴും നമുക്ക് ചുമരും വാതിലും ജനലും ഓപ്പോസിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കുള്ള ക്രോസ് വെന്റിലേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിനി പുതിയ വീടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്രത്ത് ലൈക്ക് എ ചൈൽഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ വയർ എന്താണ് ആവുന്നത് നോക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയറ് വീർത്ത് വരണം. എക്സേൽ ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകണം. പക്ഷെ നമ്മളുടെ വലുതാവുന്നതിന് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ആ ഒരു പാറ്റേൺ തന്നെ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ കുട്ടികൾ ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ ഉറങ്ങുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കുട്ടികളെ വയറ് വീർത്ത് വരുന്നതും ശ്വാസം വിടുമ്പോൾ വയറ് അകത്തോട്ട് പോകുന്നതുമായിട്ട് കാണും. ശരിക്കും ആ രീതിയിലുള്ള ശ്വസനക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാം, നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൂടുതലും നേച്ചർ ലവിങ് പ്ലേസിലേക്ക്, പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കൊക്കെ പോയാൽ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി വായു മലിനീകരണമെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 2 ദിവസത്തേക്കെങ്കിലും നല്ലൊരു പിന്നെ വായു ശ്വസിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്രോപ്പർ എക്സസൈസ് ആണ്. ഓക്കെ. ഇപ്പൊ നമ്മള് എന്താണ് കിണറ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുത്തി കൊടുക്കണം എന്ന് പറയും. എന്തിനാണ്? അതിന്റെ ആ ഒരു പിന്നെ കെട്ടിക്കിടക്കുന്ന ജലത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ കെട്ടിക്കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് നമുക്ക് കൂടുതൽ കീടാണുക്കൾ ഉണ്ടാവുക എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ലേസിനെസ്, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നവർക്കാണ് കൂടുതൽ ഡിസീസ് ഉണ്ടാവുക. അത് നമുക്കറിയാം, അല്ലെ? നമ്മുടെ പണ്ടത്തെ ആൾക്കാരിൽ ഒത്തിരി എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഡെയിലി 1/2 hour എക്സസൈസ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നല്ലോണം സ്വെറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ പിന്നെ എന്താ പറയാ നമ്മള് വർക്കൗട്ട് ചെയ്തിരിക്കണം. പിന്നെ നാച്ചുറൽ മൂവ്മെന്റ്സ് ആണ് ഏറ്റവും നല്ലത്. അതായത് ഓട്ടം, ചാട്ടം, നീന്തൽ, മരം കയറൽ, മല കയറൽ, ഇതൊക്കെയാണ് മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ പക്ഷെ ഇപ്പൊ അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പം ജോഗിങ് അല്ലെങ്കിൽ സുംബ, എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർക്കൗട്ട് നമ്മൾ രാവിലെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ യോഗയില് സൂര്യ നമസ്കാരം നമ്മൾ അറിയുമെങ്കിൽ അത് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇറ്റ് ടോൺസ് ദ എൻറ്റയർ ബോഡി. അതുപോലെ വെയിറ്റ് ലോസിനും അതുപോലെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനായിട്ട് നമുക്ക് സൂര്യ നമസ്കാരം വളരെ ആക്റ്റീവാണ്, വളരെ ഉപയോഗപ്രദമാണ്. അടുത്തതെന്ന് വെച്ചാൽ മൂന്നാമത്തെ പോയിന്റ് പ്രോപ്പർ റിലാക്സേഷൻ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിലാക്സേഷൻ അഥവാ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ. ഓരോ പേഴ്സൺ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്ലീപ്പിന്റെ അവേഴ്സ് മാറി വരുന്നത്. അപ്പോൾ ചിൽഡ്രൻ നീഡ്സ് മോർ സ്ലീപ്പ്. കുട്ടികൾക്ക് ഒത്തിരി അധികം നേരം ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. നമ്മളെന്ന് വെച്ചാൽ അഡൽട്ട് 6 to 8 hours ആണ് പറയുന്നത്. നമ്മളൊരു 3 days നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമുക്ക് മെന്റൽ പ്രോബ്ലംസ് വളരെയധികം കൂടുതലായിട്ട് വരും എന്നാണ് പറയുന്നത്. നമ്മൾ 7 days കണ്ടിന്യൂസ് നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമ്മൾ മരിച്ചു പോകുന്നതാണ് പറയുന്നത്. കാരണം ഈ ഉറക്കത്തിന്റെ സമയത്ത് ഒത്തിരി ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ
ക്വാണ്ടിറ്റി എന്നാ പറയുന്നത്. അതായത് നമ്മൾ ചില ആൾക്കാര് കുറെ നേരം കിടക്കും, പക്ഷെ ശരിക്കും ഒരു ഉറക്കത്തിലേക്ക് അവർ വരില്ല. പക്ഷെ ചില മഹാന്മാരൊക്കെ ഇപ്പം ഗാന്ധിജിന്റെ ഒക്കെ ഇതിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് 3 to 4 hours ആണ് ഉറങ്ങുന്നത്. പക്ഷെ അവര് ഉറങ്ങുമ്പോൾ അത്രയും ഡീപ്പ് സ്ലീപ്പിലേക്ക്, സ്ലീപ്പിന് 4 സ്റ്റേജുകളുണ്ട്, REM NREM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഈ ആ ഒരു സ്റ്റേജസ് 4ഉം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ററാക്ഷൻസ് കൂടുതലാവുമ്പോഴത്തേക്ക് ടൈം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഡാൻസോ മ്യൂസിക്കോ ഗാർഡനിങ്ങോ ഹോബി, എന്തെങ്കിലും രീതിയിലുള്ള ഹോബീസ് നമുക്ക് ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ചാൽ പ്രോപ്പർ തിങ്കിങ്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഒന്ന് കവർ ചെയ്തു. അടുത്തത് പ്രോപ്പർ തിങ്കിങ് ആണ്. പ്രോപ്പർ തിങ്കിങ്ങിൽ വരുമ്പം നമുക്കറിയാം, ബി ആക്റ്റീവ് ഓൾവേസ്, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. അതുപോലെ തന്നെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്സ് ഒക്കെ രാവിലെ തന്നെ കുറച്ച് നേരം റീഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ഇപ്പം ഈ ഒരു സോൺ 28 വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം നമ്മളിങ്ങനെ കുറെ മോട്ടിവേഷൻ കേട്ടോണ്ടിരിക്കും, നമ്മുടെ ഉള്ളിൽ അറിയാതെ മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെ അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, അതാണ് ശരിക്കും JCI എന്ന് പറയുന്ന സംഘടനയിൽ നമുക്ക് എടുക്കാനുള്ള. ശരിക്കും പറഞ്ഞാൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയുന്നത് ചന്ദനക്കാരാണ് JCക്കാരുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, നമുക്ക് ഒത്തിരി അധികം എനർജി അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ വാല്യൂ യുവർ ടൈം ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മണി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ സമയത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിപ്പം ചില കാര്യങ്ങൾ നമുക്ക് പൈസ കൊടുത്താൽ വേറെ ആളെ വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ടൈം അത് സേവ് ചെയ്യുമെങ്കിൽ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ, അതുപോലെ പ്രയർ ആൻഡ് ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ തന്നെ നമുക്ക് നമ്മളെ മെന്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ മെന്റലി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാനായിട്ട് സഹായിക്കും. എൻഗേജ് യുവർ മൈൻഡ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്, ഇതൊന്നും JCക്കാരോട് പറയേണ്ട ആവശ്യമില്ല, കാരണം അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാവരിൽ നിന്നുള്ള നന്മ കണ്ടെത്തുക, സീ പോസിറ്റീവ്സ് ഇൻ ഈച്ച് പേഴ്സൺ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ 5P പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒന്ന് സംഹരിക്കുകയാണെങ്കിൽ പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ ബ്രീത്തിങ്, പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ റിലാക്സേഷൻ ആൻഡ് പ്രോപ്പർ തിങ്കിങ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ഹാപ്പി ഹോർമോണിന്റെ, എന്റെ സമയം ഏകദേശം ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഹാപ്പി ഹോർമോൺസും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ, ഈ 4 ഹോർമോൺസ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ, ഈ 4 ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ നല്ല അളവിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഡോപ്പമിന് വേറൊരു പേരെന്ന് വെച്ചാൽ ദ റിവാർഡ് കെമിക്കൽ എന്നാണ്. ഓക്കെ, ദ റിവാർഡ് കെമിക്കൽ എന്നാണ് ഡോപ്പമിനെ വിളിക്കുന്ന പേര്. അപ്പോൾ അത് എപ്പോഴാണ് കൂടുന്നതെന്ന് വെച്ചാൽ ലിസൺ ടു മ്യൂസിക്, നമ്മൾ നല്ലൊരു മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ട്രൈ സംതിങ് ന്യൂ, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ടിക് സം വൺ ഓഫ് യുവർ ലിസ്റ്റ്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഡെയിലി ലിസ്റ്റ് എഴുതാറുണ്ടോ? ഓരോരോ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അതിങ്ങനെ ജസ്റ്റ് ടിക്ക് ചെയ്യും, തലേ ദിവസം ചെയ്തത്. അപ്പൊ എനിക്ക് ഞാൻ കൊള്ളാലോ എന്നൊരു തോന്നൽ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ഓക്കെ, അടുത്തതാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിന്റെ വേറെ പേര് ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരാളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ദ ഹഗ് സംവൺ യു ലവ്, നമ്മളെ ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ അപ്പൊ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ലവ് ഹോർമോണായ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒത്തിരി ടെൻഷൻ ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കൂടത്തെ പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതും അപ്പോഴും നമ്മുടെ ഓക്സിറ്റോസിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഷോ അഫെക്ഷൻ, നമ്മൾ കുട്ടികളോട് അഫെക്ഷൻ കാണിക്കുമ്പോൾ, അതുപോലെ ഡു സംതിങ് നൈസ് ഫോർ സംവൺ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്തത് സെറട്ടോണിൻ, ഫോർ ഗുഡ് മൂഡ്സ്, നമ്മുടെ ഗുഡ്
നമ്മുടെ മൂഡിനെ ഗുഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അത് എക്സസൈസ് ചെയ്യുമ്പോൾ, നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം രാവിലെ ലേറ്റ് ആയിട്ട് ഉണർന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എണീറ്റ് ഒന്ന് എക്സസൈസ് ജോഗൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യും അല്ലെ. പിന്നെ ബാസ്ക് ഇൻ ദ സൺ, ഓക്കെ. അതുപോലെ സൂര്യപ്രകാശം കൊള്ളുക, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ എന്റെ ഒരു കസിൻ, അവള് ജർമ്മനിയിലാണ്. അപ്പൊ അവള് പറയാ, ചേച്ചി അവിടെ പോയിട്ട് എനിക്ക് എല്ലാ ദിവസവും ഒരു വല്ലാത്ത മൂടാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ സൂര്യൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉദിച്ച് കാണുന്നേ ഇല്ല. അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും ഒരു ഡിപ്രസീവ് മൂഡിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ബാക്കി എല്ലാ സ്രോതസ്സിനും മനുഷ്യന് വളരെ മലിനമാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സൂര്യപ്രകാശത്തെ ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം രാവിലെ കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം കൊള്ളാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രാക്ടീസ് മെഡിറ്റേഷൻ, അതുപോലെ ഹീറ്റ് ഹെൽത്തി മീൽ, ഇതൊക്കെ സെറട്ടോണിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. അടുത്ത ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അതിന്റെ പേര് ദ പെയിൻ റിലീവർ ആണ്. എൻഡോർഫിൻസ് പെയിൻ റിലീവിങ് ഹോർമോൺ ആണ്. അപ്പൊ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഓക്കെ. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അപ്പൊ ടേക്ക് എ ഹോട്ട് ബാത്ത്. അതുപോലെ ക്രിയേറ്റ് മ്യൂസിക് ഓർ ആർട്ട്. നമ്മള് എന്തെങ്കിലും നമ്മുടെ പിന്നെ എന്താണ് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുമ്പോൾ ഒക്കെ എൻഡോർഫിൻസ് ആണ് ഉണ്ടാകുന്നത്. ട്രൈ യോഗ ചെയ്യുമ്പോൾ, അതുപോലെ സന്തോഷിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അതിനാ പറയുന്നത് നമ്മള് നന്നായിട്ട് ചിരിക്കുക. ചിരിക്കാൻ ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും വളരെ സന്തോഷമായിട്ട് ചിരിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് ചുറ്റും നോക്കിയാൽ ദർ ആർ സോ മെനി ബ്യൂട്ടിഫുൾ റീസൺ ടു ബി ഹാപ്പി എന്നുള്ളതാണ്. അപ്പം എന്താണ് എല്ലാം ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ 20 മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട്. ഓക്കെ മാം, ഫസ്റ്റ് 2 സ്ലൈഡ്സ് ഒന്ന് കാണിക്കുമോ? ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് 2 സ്ലൈഡ്സ് ഏതാണ്? ഇതാണോ ഉദ്ദേശിച്ചേ? ഹലോ, മാം, ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് മാം ഒന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് വെൽക്കം മുതൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും അതിനിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ററാക്ഷനും കൂടെ നിന്നാല് ഞാൻ എന്റെ ടൈം കൂടുതൽ എടുക്കുമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോ ഓവർ ടു ചെയർമാൻ. സർ മ്യൂട്ടാണേ. Thank you, Agila madam, for a wonderful session. പിന്നെ ഓപ്പൺ ഫോറം ആണ്. അഖില മേഡത്തിനുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സമയമാണ്. മാഡം ഗുഡ് മോർണിംഗ്. മാം, ഞാൻ ഷമീറാണ്, നമ്മുടെ എംപ്ലോയി ലോമെന്ന്. നന്നായി കേട്ടോ, നല്ലൊരു സബ്ജക്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു തന്നു, കേട്ടു. മാക്സിമം അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, താങ്ക് യു. മാം പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ഷന് പറ്റിയില്ല എന്നുള്ളത്. പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. ശരിക്കും ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ പോലെ മാമിന്റെ ആ ചിരി, ആ ഒരു പ്രസന്റ് ഞങ്ങളിലേക്ക് ഒരു ഇന്ററാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മാം നന്നായിട്ടുണ്ട്. JFS നിഖിൽ കൊടിയത്തൂർ ഫ്രം പാലക്കാട്. ആരോഗ്യ പരിപാലനവും സന്തോഷം തമ്മിൽ ക്ലബ് ചെയ്തുകൊണ്ട് നല്ലൊരു സെക്ഷൻ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.